ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്നും വിചാരിക്കും, എന്നൊന്നും ഇങ്ങനെ ചെറിയ വീഡിയോ ആയാലും ഇടണമെന്ന് വിചാരിക്കും കേട്ടോ. നമ്മുടെ സുടുമോനെ അതിന് നമുക്ക് ഉറങ്ങാനായിട്ടുള്ള സമയം ഇതൊന്നും തരില്ല. ഈ നേരമായിട്ടും നമ്മുടെ സുടുക്കുട്ടൻ കിടന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ നൈറ്റ് ഉറക്കൊളിച്ച് ഇങ്ങനെ ഇരിക്കണത് ഒരേ ഇരിപ്പ്. അപ്പോൾ ഇവന് മിക്ക ദിവസങ്ങളിൽ ഇവൻ എങ്ങനെയാണ് നൈറ്റ് ഉറങ്ങത്തില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഒരു 10-12 ആകുമ്പോൾ രാവിലെ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 3 മണിയോട് കൂടിയൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയമാണ് സുടുമോൻ കിടന്ന് ഉറങ്ങണത് കേട്ടോ. പിന്നെ രാത്രി ഇങ്ങനെ ചില ദിവസം ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കണം, വെളുപ്പാങ്കാലം വരെ. പിറ്റേ ദിവസം 12:30 ആവണ വരെ കാത്തു വെച്ചിരിക്കണം. ചില ദിവസം അവൻ്റെ കാര്യം പറയാനേ പറ്റില്ല. ഫുള്ള് ചിലപ്പോൾ രാവിലെ ഉറങ്ങില്ല, രാത്രി ഉറങ്ങില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഈ മെഡിസിനുകളതൊക്കെ ഈ സെഡേഷൻ ഫിക്സിൻ്റെ മെഡിസിനുകൾക്കൊക്കെ ഉണ്ട്. ആ ചെറിയ സെഡേഷനിലാണ് സുടുമോൻ കിടന്ന് ഉറങ്ങണത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 10-12 വയസ്സായല്ലോ, ചിലപ്പോൾ അതിൻ്റെ ഡോസ് കുറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ ഉറക്കം കുറവായിട്ട് തോന്നണത്. അപ്പോൾ ഇപ്പോൾ ചേട്ടനുള്ളപ്പോൾ പോയതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ, പിന്നെ പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ പോയിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ. എന്നാലും അന്നും ആ ഇടയ്ക്കും ഉറക്കത്തിന് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിട്ട് ഇങ്ങനെ വരും കേട്ടോ ഈ ഉറക്കക്കുറവ്. അപ്പോൾ അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഡോക്ടർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്ന് തന്നെ ചെറിയ ഡോസും കൂടി കൂട്ടിത്തരും. അപ്പോൾ എന്നാലും വലിയ ഉറക്കമൊന്നും ഉണ്ടാവണില്ല കേട്ടോ. സുടുമോൻ അങ്ങനെ ഉറക്കത്തിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. അവനിങ്ങനെ ബ്രെയിൻ ഡാമേജ് ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ കൂടുതലായിട്ട് പ്രശ്നമായിട്ടാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നണത്. അല്ലാതെ ഇങ്ങനെ ഉറക്കൊളിച്ചിങ്ങനെ ആദ്യത്തെ ഒരു 5 വർഷം ഫുള്ള് ഉറങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ സുടുവിനെ ഇങ്ങനെ നോക്കി തോളിലിട്ടുകൊണ്ട് ഇങ്ങനെ നടന്ന് ആടയ്ക്കൊക്കെ കരച്ചിലും വാശിയൊക്കെ ഭയങ്കര കൂടുതലായിട്ടോ, ഒരു 5 വയസ്സ് വരെ. പിന്നീടാണ് ഇങ്ങനെ വാശിക്കും ഇതിനൊക്കെ കുറവായത്. പക്ഷെ അപ്പോൾ ബ്രെയിൻ ഇട്ടിങ്ങനെ ഇടിക്കൽ തുടങ്ങും കേട്ടോ. ഇടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര ഇടിക്കലല്ല. നമ്മൾ വിചാരിക്കും ചെറിയ ഇടിക്കലൊക്കെയാണ്. അവന് വേദനിക്കുന്നില്ല കേട്ടോ. നമ്മൾ തല എങ്ങനെ ഇടിക്കാൻ കൊടുക്കാണ്ടായി അപ്പം അവ അങ്കം പിടിക്കും. അങ്ങനൊരു നമ്മുടെ മടിയിലിരുത്താനോ ഒന്നിനും പറ്റില്ല കേട്ടോ. പിന്നെ ഇടിയാണ് അവനെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അങ്ങോട്ട് ഭയങ്കര ശക്തി പ്രയോഗിച്ചിട്ടാണ് കേട്ടോ. നമുക്കൊന്നും ഒരു ഭാഗം പിടിക്കാനേ പറ്റില്ല. ചിലപ്പോൾ അവനെ നമുക്ക് മടിയിലിരുത്താനോ നമ്മുടെ സൈഡിലിരുത്താനോ നമ്മുടെ തന്നെയല്ല അവൻ്റെ തലയും പോണത് അവനങ്ങനെ വേദന അറിയണില്ല. അപ്പം അങ്ങനൊരു ഭയങ്കര ഒരു പ്രശ്നം അങ്ങനെ ഉണ്ട് കേട്ടോ. എനിക്കത് കാരണം അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര വിഷമമാണ്. നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കണ കാണുമ്പോഴേ നമ്മുടെ എന്നാണ് റെഡി ആവാമെന്ന്, സുടുമോൻ എങ്ങനെയാണെന്ന് മറ്റുള്ളവരുടെ പിള്ളേരുടെ പോലെ തന്നെ ഒന്ന് റെഡി ആവാമെന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ എന്നും. എപ്പോഴെങ്കിലും റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മക്കൾക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുത്താൽ തന്നെയാണ് ചെറിയ മാറ്റങ്ങളായാലും വരുള്ളൂ. നമ്മളും മടി പിടിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളും അതേപോലെ തന്നെ ആയിപ്പോകും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ വേണം പ്രചോദനമൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ ഇപ്പോൾ നമ്മുടെ സുടുമോൻ കണ്ട ചായ കുടിക്കാനായിട്ട്, ചായ അവന് ഗ്ലാസ്സിലും പറ്റില്ല, അവന് ചെറിയ ബോൾ പാത്രത്തിലും പറ്റില്ല കുടിക്കാനായിട്ട്. അപ്പോൾ അവനേലും വലിയ കിണത്തിൽ വേണം അവൻ കുടിക്കുക. പിന്നെ ഞാനും വിചാരിക്കും എന്തെങ്കിലും ചെയ്ത് അവൻ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, അവൻ കിണത്തിലായാലും കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൊടുക്കൂട്ടെ. ഞാനപ്പോൾ അവനോട് ഞാനിങ്ങനെ പറയുന്നുണ്ട്, ആരെങ്കിലും സുടുകൂട്ടം ഇങ്ങനെ കുടിക്കുകയോ കിണ്ണത്തിലൊക്കെ. എന്നിട്ട് ഞാൻ വീണ്ടും ബൗൾ പോലത്തെ പാത്രം എടുത്തു വിട്ടാൽ കൊടുക്കാനായിട്ട്. അപ്പോൾ അവന് വേണ്ട. അപ്പോൾ അവൻ വായ തുറക്കണില്ല. അപ്പോഴും അവൻ ആ കിണ്ണ എടുക്കണം കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനത്തെയുള്ള കിണ്ണനൊക്കെ എടുക്കുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവൻ എന്നെ ഇട്ടിങ്ങനെ കളിപ്പിക്കണ പോലെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നുന്നു കേട്ടോ. എന്താണ് അവൻ ഇങ്ങനെ സുടുക്കൂട്ടം ഇങ്ങനെ വികൃതി എന്ന് ഞാൻ വിചാരിക്കും. അപ്പോഴും അവൻ കുടിക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ നിൽക്കണം കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അവൻ കുടിക്കും കിണ്ണത്തിലായാലും. പക്ഷേ എന്തിങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയണില്ല കേട്ടോ. നിർബന്ധ ബുദ്ധിയായ കാരണമാണോ ഇതിങ്ങനെ എന്നെ കളിപ്പിക്കുന്നതാണോ എന്ന് എനിക്കറിയണില്ല കേട്ടോ. സത്യത്തിൽ സുടുമോൻ എന്നിട്ട് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ വീൽ ചെയർമൊന്നും ഇറങ്ങുമോ, അതില്ല. അപ്പം ഞാൻ വിചാരിക്കും എന്നാൽ അവൻ മുകളിലേക്കൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൈയൊക്കെ കൊട്ടുമ്പോൾ അവൻ മുകളിലേക്ക് ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കൈയൊക്കെ കൊട്ടി ഇടയ്ക്കിട്ട് അങ്ങനെ കൈ കൊട്ടിയൊക്കെ കാണിക്കുമ്പോൾ അവൻ തല ഒന്ന് ഉയർത്തു കേട്ടോ. അപ്പോൾ അതൊരു എക്സസൈസ് ആവില്ല അവന്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അവനെ. പക്ഷെ ഇപ്പോൾ തീരെ മുൻപൊക്കെ പിന്നെ നടക്കാറുള്ളതാണ് കേട്ടോ. ഇപ്പോൾ അവന് കാല് കുത്തുമ്പോഴേക്കും ഒരടി നടന്നു കഴിയുമ്പോഴേക്കും അവൻ തോളത്തേക്ക് കയറും കേട്ടോ. അവനങ്ങനെ ഇപ്പോൾ നടക്കാനായിട്ട് ഭയങ്കര മടിയാണോ അതോ കാലിന് വല്ല പെയിൻ ഉണ്ടോ എന്ന് അറിയണില്ല കേട്ടോ. അവൻ വേഗം കയറും, കരയണില്ല. എന്നാൽ അവന് ഭയങ്കര മടിയാണെന്നോ തോന്നണം എനിക്കിപ്പോൾ അങ്ങനെ തോന്നണത്. പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ അപ്പോഴും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഞാനപ്പോൾ അമ്മയുടെ അടുത്താക്കിക്കാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് അവിടെ ഇരുന്ന് ടി വിയിൽ ഇരുന്ന് കാണുന്നുണ്ട് സുടുമോനെ. അപ്പോൾ ഞാനിപ്പോൾ തുണി
നല്ല ഡ്രസ്സുകളൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മെഷീനിൽ ഞാൻ ഇടാറില്ല. അപ്പോൾ ഞാനത് സുടുമോനിങ്ങനെ അതിൽ വൊമിറ്റ് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പുറത്തൊക്കെ തന്നെ കൊണ്ടുപോയി കഴുകി. അപ്പോൾ എൻ്റെ ഡ്രസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും കൂടി നല്ല നമുക്ക് കഴുകാനായിട്ട് നല്ല സുഖമാട്ടോ. അവിടെ ജാതിയുടെ ഇല ഇതൊക്കെ ഇങ്ങനെ ജാതി പറമ്പായ കാരണം കൊണ്ട് നല്ല തണല. നമുക്കവിടെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ നടക്കാട്ടോ, കളിച്ച് രസിച്ചൊക്കെ നടക്കാം. പക്ഷെ നമ്മൾ സുടുമോനെ അവിടേക്ക് എടുത്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാട്ടോ. അല്ലെങ്കിൽ വീൽ ചെയറിലായാലും ഉന്തി കൊണ്ടുപോയിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ ഈ പൊക്കം ഇങ്ങനെ കയറ്റാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല തണലാണ് കേട്ടോ അവിടെ. ആ ഭാഗത്ത് നിൽക്കാനായാലും നമുക്ക് കുറേ നേരം കൂടി നിൽക്കാനായിട്ട് തോന്നും. അലക്കി കഴിഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് പോരണ്ടാന്ന് തന്നെ തോന്നും. നല്ല തണലാണ് കേട്ടോ, നല്ലൊരു കാറ്റും വരും. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കാനൊക്കെ ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം എൻ്റെ കഴുകിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ സുടുമോൻ്റെ പിന്നെ ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്കില്ല. അമ്മാമ്മയുടെ അടുത്ത് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ കുറുമ്പുണ്ട് കേട്ടോ, നല്ല കുറുമ്പാണ് അവന്. അപ്പോൾ അമ്മാമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അമ്മാമ്മ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കവറും TV-യുടെ റിമോട്ടൊക്കെ കൊടുത്തിട്ടാണ് ഇരുത്തുന്നത് കേട്ടോ. ചിലപ്പോൾ ഒരേ വീക്കായിരിക്കും. ചിലപ്പോൾ അമ്മാമ്മയുടെ കണ്ണാടയൊക്കെ ചിലപ്പോൾ തെറിച്ച് പോകണ വഴിയേ അറിയില്ല കേട്ടോ. അമ്മാമ്മയും അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വിരിക്കാനായിട്ട് ഉമ്മർത്തിക്ക് വന്നിട്ട്. അപ്പോൾ അവൻ്റെ സുടുമോൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് പോരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും അവൻ കേൾക്കണില്ല. പക്ഷെ എന്നാലും ഒച്ചപ്പാടും ബഹളമൊക്കെ എടുത്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം വിരിച്ചു കേട്ടോ. വേഗം സമയം കളയാണ്ട് വേഗം വിരിച്ചിട്ടു. ഇപ്പോൾ ഞാൻ അവിടെ കഴുകിയായിരുന്നു. അപ്പോൾ അവൻ്റെ വലിയ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മർത്തിക്ക് വന്നപ്പോഴാണ് ഭയങ്കര ബഹളം കൂട്ടണവൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൽ 86 ചാനൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിൽ 86% ആൾക്കാരുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ട്. ഒന്ന് നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.